സംപൂജ്യ ഗുരുവിന് പ്രണാമം. നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ശതകം ലളിത വ്യാഖ്യാനം. ഗുരു മുനിനാരായണ പ്രസാദ്. ശ്ലോകം 47. ഒരു മതമാകുവതിന്നുരപ്പതെല്ലാവരും ഇതുവാദികളാരുമോർക്കുവീല. പരമതവാദമൊഴിഞ്ഞ പണ്ഡിതന്മാർ അറിയുമിതിൻ്റെ രഹസ്യം ഇങ്ങശേഷം. ഓരോ മതത്തിൽ വിശ്വസിക്കുന്നവർക്കും അവരവരുടെ മതത്തിനോടുള്ള കൂറ് എത്രത്തോളമുണ്ടോ അത്രത്തോളം തൻ്റെ മതം ലോകമതമായി തീരണമെന്ന അഭിലാഷവും ഉണ്ടാവും. മതകാര്യങ്ങളിൽ ആവേശമുള്ളവർ ഈ അഭിലാഷം സഫലമായി തീരാൻ വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും. ഇത് എല്ലാ മതങ്ങളിലെയും വിശ്വാസികൾ ചെയ്യുന്നുണ്ട് എന്നതാണ് അതിലെ തമാശ. സ്വന്തം മതം ലോകത്തിലെ ഏക മതമായി തീരണമെന്ന ഉദ്ദേശത്തോടു കൂടി ഓരോ മതത്തിൻ്റെയും അനുയായികൾ പ്രചരണവും മതപരിവർത്തനവും നടത്തുന്നു. ഫലമോ ഒരു മതവും ലോകത്തിലെ ഏക മതമാവുകയില്ല എന്നതും. ഈ വസ്തുത ആരും ഓർക്കുന്നില്ല. ഒരു സദസ്സിലിരിക്കുന്നവർ നിശബ്ദത പാലിക്കുന്നതിനായി എല്ലാവരും കൂടി വിളിച്ചു പറഞ്ഞാൽ ശബ്ദം അധികമാവുകയായിരിക്കും ഫലം. അതുതന്നെയാണ് ഇവിടെയും സ്ഥിതി. എന്നാൽ മതത്തിന് മനുഷ്യജീവിതത്തിലുള്ള പങ്കിനെപ്പറ്റി ബോധമുള്ള അപൂർവം ചിലരുണ്ട്. അവർക്ക് ഒരു മതം കൂടിയതെന്നോ മറ്റൊന്ന് കുറഞ്ഞതെന്നോ ഉള്ള തോന്നൽ ഉണ്ടാവുകയില്ല. അവർ എല്ലാ മതങ്ങളിലും ഒരു മതത്തെ കാണും. ഒരു മതം എന്നത് ഇനി സ്ഥാപിച്ചെടുക്കേണ്ട ഒരു കാര്യമായല്ല അവർ കാണുന്നത്. ഇപ്പോൾ തന്നെ ഒരു മതമാണ് എല്ലാവർക്കും ഉള്ളതെന്ന് അവർക്കറിയാം. അതിൻ്റെ രഹസ്യം 49-ാം ശ്ലോകത്തിൽ നമുക്ക് കാണാം. അത് മതങ്ങളിലെല്ലാം ഉള്ളടങ്ങിയിരിക്കുന്ന മതത്തെ മതമാക്കുന്ന രഹസ്യമാണ്. പരമതവാദമല്ല, അഥവാ മറ്റു മതങ്ങളെപ്പറ്റിയുള്ള വാദപ്രതിവാദങ്ങളല്ല നമ്മെ മതത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് നയിക്കുന്നത്. സ്വന്തം മതത്തിൻ്റെ അന്തർരഹസ്യം കണ്ടെത്തുകയാണ് നാം ചെയ്യേണ്ടത്. മതത്തിൻ്റെ അന്തർരഹസ്യം എന്താണെന്ന് അടുത്ത 2 ശ്ലോകങ്ങളിൽ നമുക്ക് കാണാം. ഓം ശാന്തി ശാന്തി ശാന്തി.